ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th ഇംഗ്ലീഷാണ്. 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക്. അതിൽ നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 1 ആണ്. യൂണിറ്റ് 1 ട്രയൽസ് ആൻഡ് ട്രിംസ് എന്നതിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഇൻ ദ ആറ്റിക് എന്ന ചാപ്റ്റർ ആണ്. ഇൻ ദ ആറ്റിക് എന്ന ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ 3 ക്ലാസ് ആയിട്ടാണ്, ഈ ലെസൺ നമ്മൾ 3 ക്ലാസ് ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഇതിലെ ടെക്സ്റ്റിൽ നിങ്ങൾ ആ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അടങ്ങിയ ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇംഗ്ലീഷിൻ്റേത് മാത്രമല്ല, നിങ്ങളുടെ എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇൻ ദ ആറ്റിക്കിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇൻ ദ ആറ്റിക് ആദ്യ ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് വാസ് ദ ഓഫീസേഴ്സ് ആറ്റിറ്റ്യൂഡ് ടു ഷിൽമാൻ? ഓക്കെ, നിങ്ങൾക്ക് അത് സ്പിൽമാൻ എന്നോ എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യുക. ദ ഓഫീസേഴ്സ് ആറ്റിറ്റ്യൂഡ് ടു സ്പിൽമാൻ വാസ് ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്ഫുൾ. അടുത്തത്, വാട്ട് ഡു യു തിങ്ക് ദ ഓഫീസർ ആസ്ക്ഡ് സ്പിൽമാൻ ടു പ്ലേ ദ പിയാനോ? ദ ഓഫീസർ വാണ്ടഡ് ടു വെരിഫൈ ഇഫ് സ്പിൽമാൻ വാസ് റിയലി എ പിയാനിസ്റ്റ്. അയാൾ റിയലി ഒരു പിയാനിസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു പ്ലേ ചെയ്യാൻ പറഞ്ഞത്. അടുത്ത ചോദ്യം, വൈ വാസ് സ്പിൽമാൻ ഹെസിറ്റന്റ് ടു പ്ലേ ദ പിയാനോ? എന്തുകൊണ്ടാണ് ആ പിയാനോ പ്ലേ ചെയ്യാൻ സ്പിൽമാൻ മടിച്ചത്? സ്പിൽമാൻ വാസ് ഹെസിറ്റന്റ് ടു പ്ലേ ദ പിയാനോ ബിക്കോസ് ഹി ഹാഡ് നോട്ട് പ്രാക്ടീസ്ഡ് ഇറ്റ് ഫോർ 2.5 years. 2.5 വർഷമായി പിയാനോ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ആദ്യം ഒന്ന് മടിച്ചത്. ഹിസ് ഫിംഗേഴ്സ് വർ സ്റ്റിഫ് ആൻഡ് കവേർഡ് വിത്ത് എ തിക്ക് ലെയർ ഓഫ് ഡസ്റ്റ്. അപ്പോൾ ആ ഫിംഗേഴ്സൊക്കെ സ്റ്റിഫായിരിക്കുകയാണ്, നഖമൊക്കെ ഉണ്ട്. ആൻഡ് ഹി ഹാഡ് നോട്ട് കട്ട് ഹിസ് നെയിൽ ഫോർ വീക്സ്. ആഴ്ചകളോളം നഖം വെട്ടാതെ നഖമുണ്ട്. അപ്പോൾ പിയാനോ പ്ലേ ചെയ്യാൻ പാടാണ്. ഹൗ ഡസ് ദി ഓഫീസർ ഹെൽപ്പ് സ്പിൽമാൻ? ഓഫീസർ എങ്ങനെയാണ് സ്പിൽമാനെ സഹായിച്ചത്? ആൻസർ, ദ ഓഫീസർ ഹെൽപ്ഡ് സ്പിൽമാൻ ബൈ ടെല്ലിംഗ് ഹിം ദാറ്റ് ഹി ഷുഡ് ഹൈഡ് ഇൻ ദ ലോഫ്റ്റ് ഡയറക്ട്ലി എബവ് ദ എൻട്രൻസ് ടു ദ ആറ്റിക്. എവിടെ? ആ ലോഫ്റ്റിൽ ഡയറക്ട്ലി ഹൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. സ്പിൽമാൻ ഹാഡ് നോട്ട് നോട്ടീസ്ഡ് ദാറ്റ് ലോഫ്റ്റ് ബിഫോർ. അതിനു മുമ്പ് ആ ലോഫ്റ്റ് സ്പിൽമാൻ നോട്ടീസേ ചെയ്തിട്ടില്ല. അവിടെ ഒളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് സഹായിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് വാസ് ദ ഓഫീസർ അഷേംഡ് ഓഫ്? ഓഫീസറിന് നാണക്കേടുണ്ടാക്കിയ കാര്യം എന്തായിരുന്നു? ദ ഓഫീസർ വാസ് അഷേംഡ് ഓഫ് ടോർമെൻറ്റിംഗ് ദ ജ്യൂസ്. ഹിറ്റ്ലർ വാസ് എഗൈനസ്റ്റ് ടു ദി ജ്യൂസ് ആൻഡ് ഹി വാണ്ടഡ് ടു കിൽ ഓൾ ദ ജ്യൂസ്. അപ്പോൾ എന്താണ്, ഈ ജൂതന്മാരെ, ജ്യൂസിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് അദ്ദേഹത്തിന് സ്വയം ഒരു നാണക്കേടും സഹതാപവും ഒക്കെ ഉണ്ട്. ഹിറ്റ്ലറാണ് ഭരിക്കുന്നത് അല്ലേ, ഹിറ്റ്ലറിൻ്റെ നാസി പാർട്ടി, അല്ലെങ്കിൽ ഹിറ്റ്ലർ എന്താ ചെയ്യുന്നത്? ജൂതന്മാരെ പിടിച്ച് കൊല്ലും. മില്യൺസ് ഓഫ് ജ്യൂസ് വർ കിൽ ഡ്യൂറിങ് ഹിസ് ടൈം. ആ കാലഘട്ടത്തിൽ മില്യൺസ് ഓഫ് ജൂതന്മാരെയാണ് കൊന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം, ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്, ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിംഗ് അറ്റ് ദ ലേറ്റസ്റ്റ്. വാട്ട് ഈസ് സർപ്രൈസിങ് അബൌട്ട് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? ഈ സ്റ്റേറ്റ്മെൻറ്റിലെ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം എന്താണ്? It is surprising because it proved to be a prophetic statement. The Germans were driven out of Warsaw by the middle of January 1945. അടുത്ത ചോദ്യം, വാട്ട് ഡസ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഓഫീസർ ആൻഡ് സ്പിൽമാൻ റിവീൽ അബൌട്ട് ദ ബോണ്ട് ബിറ്റ്വീൻ ദം? അപ്പോൾ ആ സ്പിൽമാനും ആ ഓഫീസറും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് കാണിക്കുന്ന ആ കോൺവെർസേഷൻ എന്തായിരുന്നു? The conversation between the officer and Spillman reveals that the officer was empathetic towards Spillman and they had a kind of brotherly bond between them. അപ്പോൾ ഈ ഒരു സ്പിൽമാൻ ഒരു ജൂതനാണ്, ആണ്. അപ്പോൾ അയാളോട് ഈ ഓഫീസർക്ക് ഒരു സിമ്പതി ഉണ്ട്. അപ്പോൾ ആ ഒരു കൈൻഡ്നെസ് തന്നെയാണ് ഇവരുടെ ഇടയിൽ ആ ഒരു ബ്രദർലി ബോണ്ട് വരാനുള്ള കാരണം. അടുത്ത ചോദ്യം, why was there less artillery fire after a few weeks? Answer, there was less artillery fire after a few weeks because the Germans were driven out by the Polish troops. അടുത്ത ചോദ്യം, why does Spillman say that his hiding place was well chosen? Answer, Spillman says that his hiding place was well chosen because no one ever thought of searching the loft where he was hiding. എവിടെ ഒളിച്ചു എന്നുള്ള ആ ഭാഗം ആരും സെർച്ച് ചെയ്യില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. അടുത്തത്, വാട്ട് ഡു യു തിങ്ക് ഓഫ് സ്പിൽമാൻസ് അഡ്വൈസ് ടു ദ ജർമ്മൻ ഓഫീസർ? സ്പിൽമാൻ്റെ അഡ്വൈസ് ജർമ്മൻ ഓഫീസർക്ക് കൊടുക്കുന്നത് എന്തായിരിക്കാം? സ്പിൽമാൻസ് അഡ്വൈസ് റിവീൽസ് ഹിസ് ഗ്രാറ്റിറ്റ്യൂഡ്, hope of returning to Polish radio and his desire to keep a human bond with the officer who saved him. അടുത്ത ചോദ്യം,
What sounds did Spillman hear from the attic? Spillman heard the squeaking and rustling of rats and mice running back and forth in the attic. അപ്പോൾ ഈ എലികൾ ഓടുന്ന ആ സൗണ്ടൊക്കെയാണ് കേട്ടുകൊണ്ടിരുന്നത് കേട്ടോ. Why does Spillman say that he had to be alone if he wanted to leave? ജീവനോടെ ഇരിക്കണമെങ്കിൽ ഒറ്റയ്ക്കായിരിക്കണം എന്ന് പറയാനുള്ള റീസൺ എന്താണ്? ആൻസർ, സ്പിൽമാൻ ഹാഡ് ടു ബി അലോൺ ടു അവോയ്ഡ് ഡിറ്റക്ഷൻ ബൈ ജർമ്മൻ സോൾജേഴ്സ് ഓർ അതേഴ്സ് ഹു മൈറ്റ് കിൽ ഹിം ഡ്യൂ ടു ഹിസ് ജൂവിഷ് ഐഡന്റിറ്റി. ഒറ്റയ്ക്ക് ആണെങ്കിൽ എവിടെയെങ്കിലും ഒളിയാലേ, അതായത് ജർമ്മൻ പട്ടാളക്കാർ പിടിച്ചു കൊല്ലുമോ, ജൂതൻ അയാളൊരു ജൂവിഷ് ആണ്, അപ്പോൾ അതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ കൊല്ലും. അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ എവിടെയെങ്കിലും സേഫായിട്ട് ഇങ്ങനെ ഹൈഡ് ചെയ്തിരിക്കാമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത്. വാട്ട് വേർ ദി റേഡിയോ അനൗൺസ്മെൻറ്റ്സ് എബൌട്ട്? ആ റേഡിയോ അനൗൺസ്മെൻറ്റ് എന്തിനെ കുറിച്ചുള്ളതായിരുന്നു? ആൻസർ, ദ റേഡിയോ അനൗൺസ്മെൻറ്റ്സ് വേർ എബൌട്ട് ദ ഡിഫീറ്റ് ഓഫ് ജർമ്മനി ആൻഡ് ദ ലിബറേഷൻ ഓഫ് വാർസോ. അപ്പോൾ ജർമ്മനി പരാജയപ്പെട്ടു എന്നും വാർസോ ലിബറേറ്റായി, ഫ്രീഡം കിട്ടി എന്നുള്ള, സ്വാതന്ത്ര്യമായി എന്നുള്ളതുമായിരുന്നു ആ റേഡിയോ അനൗൺസ്മെൻറ്റ്. ഹൗ ഡസ് സ്പിൽമാൻ സർവൈവ് ദ ഫ്രീസിങ് കോൾഡ്? ആ ഒരു തണുപ്പ്, ഫ്രീസിങ് കോൾഡ് എങ്ങനെയാണ് സ്പിൽമാൻ ഓവർകം ചെയ്തത്, സർവൈവ് ചെയ്തത്? സ്പിൽമാൻ സർവൈവ്സ് ദ ഫ്രീസിങ് കോൾഡ് ബൈ വിയറിംഗ് ദ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ദ ഓഫീസർ ഹാഡ് ഗിവൺ ഹിം. അപ്പോൾ ഒരു ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ആ ഓഫീസർ, ജർമ്മൻ ഓഫീസർ ഇവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇട്ടുകൊണ്ടാണ് ആ കോൾഡിനെ അവൻ അതിജീവിച്ചത്. അടുത്ത ചോദ്യം, വാട്ട് ഇൻഫർമേഷൻ ഡിഡ് സ്പിൽമാൻ ഹോപ്പ് ടു ഗ്യാദർ? ആൻസർ, Spillman hoped to gather information about the victory of the Soviet and Polish troops and the defeat of Germany. ഏത് ഇൻഫർമേഷൻ ആണ് വേണം എന്ന് പറഞ്ഞ് ഹോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിക്ടറി ഓഫ് ദ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത് ഇവരടക്കം റഷ്യ, ഇന്നത്തെ റഷ്യക്ക് ഉൾപ്പെടുന്ന ആ ഒരു സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. അപ്പോൾ അവർ ജയിക്കണമെന്നും പോളിഷ് ട്രൂപ്സ് ജയിക്കണമെന്നും അതേപോലെ ജർമ്മനി പരാജയപ്പെടണമെന്നതും ആയിരുന്നു ഇവർ ഇതിൻ്റെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ കേട്ടോ. അടുത്ത ചോദ്യം, വൈ ഡസ് ദ വിമൺ ക്രൈ ഔട്ട് വെൻ ഷീ സീസ് സ്പിൽമാൻ? സ്പിൽമാനെ കാണുമ്പോൾ ഒരു സ്ത്രീ അലറി നിലവിളിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ്? The woman cries out when she sees Spillman because she thought he was a German as he was wearing a German military coat. കാരണം ഇത്രയേ ഉള്ളൂ, അയാൾ ധരിച്ചിരിക്കുന്നത് ആ ഒരു കോൾഡിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ ജർമ്മൻ ഓഫീസർ കൊടുത്ത ഓവർകോട്ട് ഇയാൾ ധരിച്ചിട്ടുണ്ട്. അത് ജർമ്മൻ മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ ഓവർകോട്ടാണ്. അപ്പം അത് കണ്ട ഈ സ്ത്രീ എന്താ കരുതുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് സോൾജറാണ്, ആ ജർമ്മൻകാരനാണ്, ജർമ്മൻ പട്ടാളക്കാരനാണ്, എന്നെ കൊല്ലും അല്ലെങ്കിൽ കൊല്ലാൻ വരികയാണ് എന്ന് കരുതിയിട്ടാണ് ആ സ്ത്രീ അലറി വിളിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ അബ്സേർഡ് സിറ്റുവേഷൻ സ്പിൽമാൻ ഫൗണ്ട് ഹിംസെൽഫ് ഇൻ? അപ്പോൾ എന്തായിരുന്നു അവിടെ സ്പിൽമാന് സ്വയം അനുഭവപ്പെട്ട ഒരു അബ്സേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്തായിരുന്നു? The absurd situation Spillman found himself in was the possibility of his being shot by Polish soldiers in liberated Warsaw. ഇപ്പോൾ സ്വാതന്ത്ര്യമായെങ്കിലും ഇയാൾ ധരിച്ചിരിക്കുന്ന കോട്ട് ജർമ്മൻ കോട്ടാണല്ലേ, ഇത് കാണുന്ന പോളിഷ് പട്ടാളക്കാർ ഇയാളെ വെടിവെക്കാനുള്ള സാധ്യതയുണ്ട്. അവർ തെറ്റിദ്ധരിക്കും ഇതൊരു ജർമ്മൻ ആണെന്ന് കരുതിയിട്ട് ചിലപ്പോൾ വെടിവെക്കാനുള്ള സാധ്യതയുണ്ട്. ഓൺ ദ വെരി വെർജ് ഓഫ് ഫ്രീഡം ബിക്കോസ് ദേ മിസ്റ്റേക്ക് ഹിം ഫോർ എ ജർമ്മൻ ഡ്യൂ ടു ഹിസ് ഓവർകോട്ട്. അപ്പോൾ ആ ജർമ്മൻ ഓവർകോട്ട് കാരണം തെറ്റിദ്ധരിക്കുകയാണ്, ജർമ്മൻകാരനാണ്, തെറ്റിദ്ധരിച്ച് കൊല ചെയ്യപ്പെടാം എന്നുള്ളൊരു അബ്സർഡ് സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചോദ്യോത്തരങ്ങൾ വരുന്നത്. ചോദ്യോത്തരങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ആണ്. ഇനി ആക്ടിവിറ്റീസ് ആണ് നമുക്ക്, ലെറ്റർ റിവൈൻഡും അതുപോലെ ആക്ടിവിറ്റീസും ഉൾപ്പെടുന്ന ക്ലാസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഈ സ്റ്റോറിയുടെ ഫുൾ മലയാളം എക്സ്പ്ലനേഷൻ ക്ലാസ്, അങ്ങനെ 2 ക്ലാസ് കൂടി ഉണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക, തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.